ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കാണുക, ലൈക്കും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ, അധികം ഒന്നുമില്ല. നമ്മൾ സാധാരണക്കാരെ അടുക്കളയിൽ എന്തൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ, അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി അയില വറ്റിച്ചിട്ട് നാടൻ രീതിയിലുള്ള ഒരു അയില വറ്റിച്ചലും അങ്ങനത്തെ ഒക്കെ ഒരു സംഭവങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. നമ്മളെ വീട്ടിൽ എന്താ ഏതാണെന്ന് വെച്ചാൽ അത് ഇങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ എത്തിക്കാവുന്ന കേട്ടോ. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മളടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കി. അപ്പോൾ അതാ നമുക്ക് രാവിലെ തന്നെ നല്ല അടിപൊളി ദോശ ചെയ്യുന്നു കേട്ടോ. ദോശ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റ് ചെയ്യുന്നു കേട്ടോ ഇന്നത്തെ ദോശ. നല്ല അരിയും ഉഴുന്നും വറ്റും ഉലുവയൊക്കെ ഇട്ട് നല്ല അരച്ച് അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് നല്ലൊരു സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ ഇടയ്ക്ക് ചായയും കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലെ എന്തായാലും ഒരു ഗ്ലാസ് കാലി ചായ നമുക്ക് എല്ലാവർക്കും വേണമല്ലോ അല്ലേ, അപ്പോഴല്ലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും മോൾ ഇതായിട്ട് ചായ കുടിക്കുകയാണ്. പിന്നെ ഇപ്പോൾ രാവിലെ നല്ല തണുപ്പൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ നീച്ചേക്കിന് ഒരു ഗ്ലാസ് ചൂട് കൊടുക്കുന്ന ചായ കിട്ടുക അറിയുന്നത് വലിയ കാര്യമല്ലേ. അപ്പോൾ വേഗം ഞാൻ ചായയൊക്കെ ഇട്ട് നമ്മൾ കാക്കുവിന് ഒരു ഗ്ലാസ് കൊടുത്ത് ഞാനും കുടിക്കുകയാണ്. അപ്പോൾ ദോശയൊക്കെ ഇതാട്ടോ ചുട്ട്, കറി ഒന്നും ഇതല്ല ചമ്മന്തിയാണ് കേട്ടോ, ചമ്മന്തിയല്ല ചട്ടിനി. അപ്പോൾ ഇതാ നമ്മളെ കാക്ക പണിക്കൊക്കെ പോയി വന്ന് മക്കളൊക്കെ പോയതിന് ശേഷമുള്ളൊരു വീട് കേട്ടോ. അപ്പോൾ ഇതാ 10-10:30 ഇപ്പോൾ ചായക്ക് വന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എന്നോട് പറയുന്നത് എന്നെ എടുക്കേണ്ട, എൻ്റെ ഷർട്ടിൻ്റെ ഒക്കെ ആകെ കുറേ കോലം കേട്ടോ. അപ്പോൾ വർക്കിംഗ് ഡ്രസ്സാട്ടോ, തേപ്പിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാട്ടോ അത്, അല്ല വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എടുക്കണ്ടെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിനൊന്നും കുഴപ്പമില്ല, നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മളെ പണികൾ എന്തൊക്കെ ഏതൊക്കെ നമുക്ക് എല്ലാവരും അറിയണ്ടേ. നമ്മൾ കുറേ വലിപ്പത്തരം കാട്ടിയിരുന്നും കാര്യമില്ല, ഉള്ളത് പോലെ ഇങ്ങോട്ട് വീഡിയോയിൽ ഇടണം, അപ്പോഴേ രസമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇതായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒന്നും മുണ്ടറില്ല, കൊയങ്ങിയിട്ട് കഴിഞ്ഞാൽ നല്ല വെയിലാട്ടോ, പാവം വെയിലും ഉണ്ടാകെ കൊയങ്ങിക്കണം. അപ്പോൾ ചായ കുടിക്കുമ്പോൾ വല്ലാതെ ഒന്നും മുണ്ടറില്ല, ആൾ ക്ഷീണിച്ചിക്കണം. കുറച്ച് ദിവസം ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പണിക്ക് പോയതാണ്. അപ്പോൾ അങ്ങനെ അതാ നമ്മളെ കാക്ക ചായയൊക്കെ കുടിച്ച് പോയിട്ടോ. ഇനി കുറച്ച് ചമ്മന്തി ബാക്കിയുണ്ട്, ആകെ ഒരു ദോശ തന്നെ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചിരിക്കണം കേട്ടോ, ഞാനും കഴിച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ കൊണ്ട് എടുത്ത് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് കുറേ ഒതുക്കാനുണ്ട് കേട്ടോ. രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ വലിച്ചിട്ടിട്ട് അവിടെ ഇവിടെയും ഓരോരോ പാൻറ്റും കുപ്പായം അത് ഇത് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കട്ടോ. അപ്പോൾ അതാ മിന്നൂസ് ഇങ്ങനെ പോണത് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാതിൽ തുറക്കുമ്പോൾ ഓളെ വിചാരം ഓളെ കൊണ്ടുപോകുന്നതാണ് പാവട്ടോ, അങ്ങനെ നോക്കണുണ്ട്. അപ്പോൾ തുറക്കാൻ പറയണം കേട്ടോ. ഡോറ് അപ്പുറത്താണ് സംഭവം, ഓൾ ഇവിടെയാണ് മാന്തണം. അപ്പോൾ ഇങ്ങനെ തുറക്കാൻ പറയണം കേട്ടോ. അപ്പോൾ ഓളങ്ങനെ അങ്ങനെ നമ്മളെ കാക്ക പോയി വാതിലൊക്കെ അടച്ച് വന്ന് ഞാനിതാട്ടോ ഇവിടെ നിന്ന് നമുക്ക് ചോറ് റെഡി ആക്കണു. ഇനി മീനുണ്ട്, പിന്നെ ചെറിയ അയിലക്കുട്ടികളാണ് കേട്ടോ ഒന്ന് കിട്ടിയിട്ടുള്ളത്. അതും 1 കിലോ തന്നെ വാങ്ങിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അവർക്ക് ഇവിടെ മീൻ നല്ല കഴിക്കും കേട്ടോ. വാപ്പിയും മക്കൾക്കും നല്ല വേണം മീൻ കേട്ടോ. 1, 2, 3 കൂട്ടി മീൻ ഇഷ്ടമാണ്. മീനുണ്ടെങ്കിൽ തന്നെ ചോറും നല്ല തികയില്ല കേട്ടോ, ചോറ് കറക്റ്റ് ആകും, ബാക്കി തന്നെ വരില്ല. അപ്പോൾ അതാ മീനെ ഞാൻ ഇനി ഇത് നന്നാക്കി എടുക്കണം കേട്ടോ. കുറച്ച് പൊരിക്കുകയും വേണം, കുറച്ച് നമുക്ക് നല്ല നാടൻ രീതിയിലൊന്ന് വറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ അതിലൊക്കെ നന്നാക്കി വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ 2 ഭാഗമാക്കി വെക്കണം കേട്ടോ. ഒരു കുറച്ച് നമുക്ക് വറ്റിക്കാനും കുറച്ച് പൊരിക്കാനും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ കഴിച്ചോട്ടെ അല്ലേ. പൊരിച്ചത് ഇഷ്ടമുള്ളവർ പൊരിച്ചതും കഴിക്കുക, വറ്റിച്ചത് ഇഷ്ടമുള്ളവർക്ക് വറ്റിച്ചത്. നമ്മൾ കാക്കൂന് പിന്നെ വറ്റിച്ചതാണ് കേട്ടോ ഇഷ്ടം, പിന്നെ പൊരിക്കണേലേറെ ഇഷ്ടം അങ്ങനെയാണ് വെള്ളം വറ്റിക്കുന്നത്. അപ്പോൾ നമ്മളിതാ നല്ല ഒരു ചട്ടിയൊക്കെ ഇതാ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടുകും ഉലുവയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ തക്കാളിയോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചി അത് ഒന്നും ഇടുന്നില്ല കേട്ടോ. വെറും ഉലുവയും കടുകും പൊട്ടിച്ചിട്ട് 2 പച്ചമുളക് അങ്ങോട്ട് കീറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുളി ഒഴിച്ചിട്ട് കുറഞ്ഞ വെള്ളത്തിൽ വെക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമാട്ടോ അത്. ഇതിനെന്തെങ്കിലും ഒരു താളിപ്പും വേണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റുള്ള. അപ്പോൾ താളിക്കാൻ നമുക്ക് ഇല ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം അങ്ങോട്ട് താളിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ അത് കടുകും ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മളിതാട്ടോ അത് ഇട്ടുകണ്. പിന്നെ പച്ചമുളക് ഇട്ടുക്കണം. പച്ചമുളക് പറയുന്നത് പഴുക്കുകയും ചെയ്തിക്കണം കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളെ മല്ലി മുളകും മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് മുളക് ഇട്ട് കൊടുത്തു, മഞ്ഞൾ കേട്ടോ. കുറച്ച് എരിവൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ എരിവ് ആവശ്യക്കാർക്ക് എരിവ് നല്ലോണം വേണ്ടവർക്ക് അങ്ങനെ ഇടാം, അങ്ങനെയൊന്നുമില്ല. ഇവിടെ പിന്നെ എരിവായ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് നല്ല എരിയും പുളിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ.
വേണേനും മീൻ കറിക്കും ഇറച്ചിക്കറിക്കൊക്കെ നല്ല എരിവാണ് കേട്ടോ. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതാ നമ്മൾ കുറച്ചും കൂടി പുളി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തേക്കാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് നമ്മളെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് മീൻ, അതിക്കൊന്ന് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലും ഞാൻ ഇന്ന് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ജീരകം കുരുമുളക് ഒന്നും അരക്കില്ല, സിമ്പിളായിട്ട് തന്നെ പൊരിച്ചെടുക്കാനാണ് കേട്ടോ. കുറച്ച് മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വേറൊരു സംഭവം കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ പുളിവെള്ളം ഉണ്ടല്ലോ അതും കൂടി കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ പുളി കറിക്ക് ഒഴിച്ചതിൽ തന്നെ ഉണ്ട് കേട്ടോ കുറേ ഞാൻ പുളി എടുത്തേക്കണം. അപ്പോൾ കറിക്ക് നല്ലോണം ഒന്നും ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ബാക്കി കുറച്ച് പുളി വെള്ളം കൂടി നമ്മളിതാ മസാല പുരട്ടണേക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു നാടൻ രീതിയിലുള്ള മീൻ പൊരിയായിട്ടോ. നല്ല മണാട്ടോ ഇങ്ങനെ മീൻ പൊരിക്കുമ്പോൾ. ആ പച്ചമീനിൻ്റെ മണം വരണമെങ്കിൽ ഇങ്ങനെ പൊരിക്കണം കേട്ടോ. നമ്മൾ മറ്റേ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തുമ്പോൾ നല്ലൊരു മസാലൻ്റെ മണമാണല്ലോ. ഇങ്ങനെ പൊരിക്കുമ്പോൾ നല്ല ആ നാടൻ മത്തിയും അയിലയും ഒക്കെ പൊരിക്കണം, ആ മണം ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കറീൻ്റെ ഇത് അങ്ങോട്ട് തിളച്ച് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മീനങ്ങോട്ട് നേരത്തെ മേലക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം മീൻ മുങ്ങി കിടക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോളെ തിളച്ചിട്ട് മീനൊക്കെ വെന്ത് വറ്റി വരുമ്പോൾ നല്ല എരിവും പുളിയും ഒക്കെ മീനിൽ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഞാൻ വറ്റിച്ചെടുക്കും കേട്ടോ. അതിങ്ങനെ വേഗണതിനനുസരിച്ച് വറ്റുമല്ലോ, മൺചട്ടി ആവുകൊണ്ട് പെട്ടെന്ന് തന്നെ വറ്റും കേട്ടോ. പിന്നെ അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കിയിട്ട് ഞാനിനി അടച്ച് വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ച് മീനൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ ഇതാ നമ്മുടെ പിന്നെ പൊരിക്കാനുള്ള പാത്രം ചൂടായി, കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മളെ മീനൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ വലിപ്പമൊന്നും ഇല്ല കേട്ടോ അയില, എന്നാലും അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത അയില തന്നെയാണ്. ചില ദിവസം വരുന്ന മീൻ ഒന്നിനും കൊള്ളില്ല കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ല, ആകെ എന്തോ പോലെ പഴയ മീൻ പോലെ കേട്ടോ. ഇനിയിപ്പോൾ വേനലായാൽ മീനൊന്നും അധികം വാങ്ങാതിരിക്കാവും നല്ലത്. എന്താ വെച്ചാൽ നല്ല മീനൊന്നും കിട്ടില്ല, ഒന്നും ഒരു ഗുണം ഉണ്ടാവില്ല. മഴക്കാലത്തെ മീനിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഇനി ഉണ്ടാവില്ല കേട്ടോ. ഒക്കെ ഉണങ്ങി പിടിച്ച മീൻ പോലെ ഉണ്ടാവും. അതിലേറെ നല്ലത് ഉണക്കമീൻ വാങ്ങാവും. പച്ചമീനിലേറെ രസം ഉണക്കമീനാവും ഇനി വേനലിൽ. അങ്ങനെ അതാ നമ്മളെ മീനുകളൊക്കെ നല്ല നിരത്തി സ്റ്റൈലാക്കി വെച്ച് കൊടുക്കണം എല്ലാവരും. അതാ നീണ്ടു നിവർന്ന് കിടന്ന് അങ്ങോട്ട് മുരിഞ്ഞ് വേഗട്ടെ കേട്ടോ. അപ്പോൾ മസാലകളൊന്നും കളയരുത് കേട്ടോ. മസാല അയത്തത് എല്ലാ മീനും ഞാൻ വേറൊരു മീൻ എടുത്തിട്ട് ആ മീൻ കൊണ്ട് ഇങ്ങനെ തുടച്ച് ഒരൊറ്റ പൊട്ട് മസാല ആ ചീനച്ചട്ടിയിലില്ല കേട്ടോ. അങ്ങനെ അതും അങ്ങോട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ മീനിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടിയിരിക്കണം കേട്ടോ. ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുത്താൽ നമ്മൾ ഇന്നത്തെ മീൻ പരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞിരിക്കണം. അപ്പം നല്ലൊരു മണം കേട്ടോ. ആ പുളിയൊക്കെ പുളി വെള്ളമൊക്കെ ഒഴിച്ചതിൻ്റെ മീൻ മസാല അധികമൊന്നുമില്ല, ഉപ്പും മുളകും മഞ്ഞളും മാത്രമല്ലേ ഉള്ളൂ. അപ്പം നല്ല നാടൻ മീൻ പൊരിച്ചതിൻ്റെ മണം അങ്ങനെ പറഞ്ഞിട്ട് അപ്പം ഈ മറിച്ചിടലിൽ നമ്മളെ മുഖത്തേക്കും കയ്യിനും ഒക്കെ എണ്ണ തെറിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാണ്ട് അവിടെ കൈ ഒഴിഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും ഇടയ്ക്കൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടണ്ടേ, എന്നാലല്ലേ ഒരു രസമുള്ളൂ അല്ലേ. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ മീൻ വറ്റിച്ചത് ഒക്കെ അങ്ങോട്ട് സെറ്റ് ആയിക്കണം കേട്ടോ. മീനിലൊക്കെ അരവൊക്കെ പിടിച്ച് മീനൊക്കെ നല്ലോണം വെന്ത് സോഫ്റ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കുട്ടൻസ് എന്താ അറിയത്തെ പച്ച വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫാക്കി കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പച്ച വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുത്താണ്ടല്ലോ സാറേ നമ്മളെ ചോറിങ്ങനെ ഇങ്ങോട്ട് തിന്നാൻ പൂതിയാവും കേട്ടോ. അമ്മാതിരി മണം ടേസ്റ്റാണ് ഇതിൽ. പക്ഷേ ഒരു സാധനം കൂടി ഇടും കേട്ടോ, കറിവേപ്പില മേലെ കൂടെ ഇങ്ങനെ ഇട്ടെടുക്കുക. പക്ഷേ നമ്മൾ കറിവേപ്പില കൊണ്ടുവന്നത് ഇങ്ങനെ കഴിയാണ് കേട്ടോ, എന്ത് ചെയ്യുക. അപ്പോൾ ഇന്ന് കറിവേപ്പില അല്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കത് അടിപൊളി ഒരു താളിപ്പ് കറി പറഞ്ഞാൽ സോ സിമ്പിൾ. കഞ്ഞിവെള്ളം താളിപ്പ്. നമ്മൾ മുരിങ്ങയിലല്ലോ ഇലയും ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം കൊണ്ട് താളിച്ച് എടുത്തിക്കണം കേട്ടോ. പിന്നെ മീൻ പൊരിച്ചതും കഞ്ഞിവെള്ളക്കറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇവിടെ മക്കൾക്കും നമ്മളെ കാക്കാക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറി കേട്ടോ അത്. കഞ്ഞിവെള്ളം താളിച്ച് അവർക്ക് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, കറി ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമില്ല. അതുകൊണ്ട് ഞാനൊരു ഭാഗ്യം ചെയ്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഒക്കെ റെഡി ആയിട്ട് നിൽക്കണ് മീനും ഒക്കെ. അപ്പോൾ നിങ്ങൾ കരുതുണ്ടാവും മീൻ പൊരിച്ചപ്പോൾ ഫുള്ള് ചട്ടിയിൽ ഞാനല്ല കേട്ടോ തിന്നിക്കണത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മളല്ല തിന്നിക്കണത്. നമ്മൾ മക്കളൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കഞ്ചോറന്ന് പോയി. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഇന്ന് എന്താ അറിയില്ല, മീനിനോട് ചെറിയൊരു ഇഷ്ടക്കുറവ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കിഴങ്ങ് എടുത്തിട്ട് പൊരിച്ചതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കുള്ള ഫുള്ള് നല്ല ഫുഡ് പഴങ്കഞ്ഞി കേട്ടോ.
അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ കുറച്ച് ചോറ് ഇങ്ങനെ ബാക്കിയാകുമ്പോൾ വെറുതെ ഞാനിങ്ങനെ കൊണ്ടുപോയി കളയും അല്ലെങ്കിൽ തിളപ്പിച്ച് കഴിക്കും. അപ്പോൾ ഇന്ന് ഞാൻ തിളപ്പിക്കാനോ ഒന്നും നിന്നിട്ടില്ല. തൈര് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തൈരിൽ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടേച്ച് കുറച്ച് പഴങ്കഞ്ഞി എടുത്തിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതൊരു സംഭവം നമ്മളെ സ്വന്തം സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങളും ആണെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്ത് കഴിച്ചോട്ടെ കരുതിയിട്ടാണ് അത് കാട്ടി തന്നെ. ഇത് സംഭവം വേറെ ഒന്നുമില്ല. ഒരു വലിയുള്ളീൻ്റെ പീസ് എടുത്ത് അരിയുക, അതിൽ കുറച്ച് മുളകും പൊടി ഉപ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിങ്ങയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലോണം നിരണ്ടി എടുക്കുക. ആ ഒരു ടേസ്റ്റ് അങ്ങനെ വെറുതെ കൊണ്ട് തിന്നാനാട്ടോ. അത് കഞ്ഞിൻ്റെ ഒപ്പമൊക്കെ അങ്ങനെ കുടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഉള്ളി അടിപൊളിയായിട്ടുണ്ട്. ആ പുളിയും ഉപ്പും മുളകും പൊടിൻ്റെയും ആ വെളിച്ചെണ്ണേൻ്റെയും കേട്ടോ നല്ല രസമാട്ടോ. നിങ്ങൾ ആരെങ്കിലും പുതിയുള്ളതിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഭിപ്രായം ഒന്ന് പറയുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഉള്ളി സമ്മന്തി പോലത്തെ കേട്ടോ. അങ്ങനെ അതാ നമ്മളെ കിഴങ്ങ് പൊരിച്ചതും ഞാൻ വറ്റിച്ച 2 മീൻ എടുത്തേക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല പഴങ്കഞ്ഞി അടിച്ച് വെക്കുകയാണ് കേട്ടോ. പഴങ്കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ വേനൽക്കാലത്ത് കുടിക്കാൻ കേട്ടോ. തണുപ്പ് സമയത്ത് ഞാൻ കഴിക്കൂല. ചൂട് സമയത്ത് എനിക്കിഷ്ടമാണ് പഴങ്കഞ്ഞി കുടിക്കാൻ. ഒരു ചമ്മന്തി അച്ചാറ് കിട്ടിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണക്കമീൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. ഞാൻ പള്ള നിറച്ച് കുടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കഞ്ഞിയോടെയൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇത്രയേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ പിന്നല്ല നാളെ പിന്നെ കാണാമെന്നാണ് പറയുന്നത്. നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഓക്കെ ബായ്.